പ്രിയ ദൈവജനമേ, ഇയ്യോബിനും ദൈവത്തിനും ഒരു കെമിസ്ട്രി അത് ഭയങ്കര ദൃഢമായിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. എന്ന് പറഞ്ഞാൽ ഇയ്യോബിനെ ദൈവത്തിനറിയാമായിരുന്നു, അതുപോലെ ഇയ്യോബിനും ദൈവത്തെ അറിയാമായിരുന്നു. ഇയ്യോബ് ദൈവത്തെ നന്നായി മനസ്സിലാക്കിയിരുന്നു. പ്രിയരെ, ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാ: നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഇയ്യോബിൻ്റെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിലിരുന്ന ഒരു കാര്യം, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എന്നിട്ട് ഇയ്യോബ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇതാ: ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നത് മാത്രമാണോ, തിന്മയും കൈക്കൊള്ളരുതോ എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇയ്യോബിൻ്റെ പ്രത്യാശ ദൈവത്തെ കാണുക എന്നതായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എന്നീ പ്രഭാതത്തിൽ ദൈവമക്കളെ, എത്ര പേർക്ക് ഇങ്ങനെയുള്ള പ്രത്യാശയുണ്ട്? ചെറിയ ചെറിയ ശോധനകൾ വരുമ്പോൾ കർത്താവിനെ പിറുപിറുത്ത് മാറിപ്പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വാ മകനേ, മകളെ. ഇയ്യോബിനെ പോലെ ദൃഢമായ ഒരു വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ ആത്മീക ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഇടയായിത്തീരുന്നത്. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.